ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? ആശാലത. ചേച്ചി ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തോളമായിട്ട് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി LDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരുപാട് അഴിമതികളാണ് നമ്മൾ LDF നടത്തിയിരിക്കുന്നത്. BJP കുറേശ്ശെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം 21 സീറ്റ് നേടി. ഇനി നമ്മൾ ഈ വാർഡ് എന്തായാലും ഈ മുനിസിപ്പാലിറ്റി എന്തായാലും ഭരിച്ചെടുക്കണം. നമ്മൾ എല്ലാ വാർഡുകളുടെയും വികസനം ആണ് ഉദ്ദേശിക്കുന്നത്. BJP ഭരിക്കുന്ന വാർഡുകളിലൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതേ വികസനം ഒരുപാട് പുറകിൽ നിൽക്കുന്ന വാർഡുകളുണ്ട്. അത് LDFന്റെ കുത്തകയായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷെ അവിടേക്ക് വികസനം എത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 6ാം വാർഡ് ഞങ്ങൾ പിടിച്ചെടുത്തു. 6ാം വാർഡിൽ റോഡുകളൊക്കെ വളരെ ദയനീയമായിട്ട് കിടന്നതാണ്. അതിന്ന് വളരെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അതേപോലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലെ മുക്കിലും മൂലയിലും എല്ലാം നമ്മൾ ഇത് വികസനം കൊണ്ടുവരും. SC/STക്ക് വേണ്ടി വാങ്ങിച്ച ഭൂമിക്ക് തന്നെ എന്തെല്ലാം അഴിമതികളാണ് അതിലേക്ക് നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് അഴിമതിയുടെ കഥകളാണ് LDFന് ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച LDFന് പറയാനുള്ളത്. അത് മാറി വികസിതമായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി ഇവിടെ പിടിച്ചെടുക്കണം. ഇവിടെ ഭരണം നടത്തി നല്ല രീതിയിൽ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതികളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നടപ്പാക്കി ഒരു വികസിതമായിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റി ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന ഒരു ഉദ്ദേശം മുന്നിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇലക്ഷന് വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇത്തവണ BJPയുടെ പ്രവർത്തനത്തിൽ നിരവധി സ്ത്രീകൾ ഇറങ്ങുന്നുണ്ടല്ലോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് സ്ത്രീകൾ BJPയുടെ പ്രവർത്തന കാര്യങ്ങൾക്ക് സജീവമാണ്. അത് കൊടുങ്ങല്ലൂരിൽ BJPക്ക് ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ തന്നെ ഒരു മുൻ കൗൺസിലറാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ വാർഡ്, അത് മസ്ജിദ് വാർഡായിരുന്നു, ഇപ്രാവശ്യം ടൗൺ വാർഡായി, 43ാം വാർഡായി. ആ വാർഡ് 15 വർഷമായിട്ട് നമ്മൾ ചെയ്ത വികസനം തന്നെ കണ്ടാൽ ജനങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം BJP ഭരിക്കുന്ന വാർഡുകളിൽ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെയാണ് 17 ഇപ്പോൾ 19 വാർഡുകളിലൊക്കെ. 18ാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം വളരെയധികം വികസനം കൊണ്ടുവന്ന കൗൺസിലറാണ് ഇപ്രാവശ്യം 19ാം വാർഡിൽ ജയിച്ചേക്കണേ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രാവശ്യം വനിതകളുടെ പ്രാതിനിധ്യം കൂടുന്തോറും അവർ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വനിതകള്. ആ വനിതകൾ ഭരിക്കുന്ന വാർഡുകൾ വളരെ നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ പ്രാവശ്യം തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റി BJP പിടിച്ചെടുക്കും തന്നെയുള്ള ഒരു ഉറച്ച ഇതിലാണ് BJP പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചേച്ചി നമസ്കാരം. ഗീതാറാണി. ചേച്ചി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി BJPയുടെ വിജയസാധ്യത എങ്ങനെയാണ്? തീർച്ചയായിട്ടും BJP ഭരണം ഏറ്റെടുക്കും. ഭരണം വരും, ഉറപ്പാണ്. അത് ഇങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫണ്ടുകളൊക്കെ വളരെ കുറവാണ് അനുവദിച്ചാണ്. എല്ലാ ഫണ്ടുകളും വികസനത്തിന് ആണെന്ന് പറഞ്ഞാൽ അവർ പരമാവധി പറയും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഫണ്ടൊക്കെ കുറവാണ്. ഇപ്പൊ കേന്ദ്ര പദ്ധതികളൊക്കെ ഇവിടെ നിങ്ങളുടെ വാർഡുകളിൽ നടപ്പിലാക്കാനായിട്ട് അവരെന്തെങ്കിലും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? തടസ്സം എന്ന് വെച്ചാൽ നമ്മൾ കേന്ദ്ര പദ്ധതി എന്ന് വെച്ചാൽ ജൽജീവൻ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. പിന്നെ ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതി ഉണ്ട്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ ആ പദ്ധതിയിലൊന്നും അവര് മുൻകൈ എടുക്കണില്ല, ഒന്നും തന്നെ നടത്തണില്ല. നമസ്കാരം. BJPയുടെ വനിതാ പ്രവർത്തകർ വലിയ ഒരു വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ. ശരിയാണോ? കാര്യങ്ങൾ എല്ലാ പ്രാവശ്യവും നടക്കുന്ന പോലെ ഒരു മുന്നേറ്റം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഭരണത്തിലേക്ക് എത്താൻ ഇത്തവണ സാധിക്കും? 100% സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനിതാ കൗൺസിലർമാരാണ് ഏറ്റവും കൂടുതൽ. പാവപ്പെട്ടവരെയും അമ്മമാരെയും കൂടുതൽ അടുത്തറിയണത് വനിതാ കൗൺസിലറാണ്. മികച്ച പ്രതികരണമാണ് എല്ലാ വാർഡിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓരോ വീട്ടിലെ അടുക്കള വരെയും ഞങ്ങളെ കൗൺസിലർമാർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുകൂടാതെ എല്ലാ സമരങ്ങളിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വനിതകളാണ് എത്തിച്ചേരുന്നത്. പാർട്ടിയുടെ നേതാക്കളിലും കൂടുതൽ വനിതകളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ 100%മായിട്ടും ഈ തവണ BJP പിടിച്ചിരിക്കും, ഒരു സംശയമില്ല. LDFന്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തന കാര്യങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ അവര് വീണ്ടും വോട്ടുചേർക്കലും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സജീവമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ അവര് ഈ ചേർക്കൽ തന്നെ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. BJP ചെയ്യണതിന്റെ കോപ്പിയടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കാർ അവിടെ ചെന്ന് ചേർക്കണ കണ്ടപ്പോഴാണ്
അവർ ചേർത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോ ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LDF പറയുന്നത് അവർ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കിയെടുത്തെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് മാലിന്യത്തിൽ ഫസ്റ്റാണെന്നും പറഞ്ഞ് സമ്മാനങ്ങൾ മേടിച്ചു കൂട്ടുന്നുണ്ട്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കാവിൽക്കടവ് തോട് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും 50 വർഷക്കാലമായിട്ട് ആ പരിസരത്ത് പാർക്കണവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണോ നിങ്ങളുടെ വികസനം? അതുകൂടാതെ തന്നെ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്താണ് അവിടെ നടക്കണേന്നുള്ളത്. അതേപോലെ പുതിയ ബസ് സ്റ്റാൻഡ് പണിതിട്ടുണ്ട്. അവിടെ കുറെ കുടിയന്മാർക്കും കുറെ പിള്ളേർക്കും അഴിഞ്ഞാടി നടക്കാനുള്ള സംവിധാനമായിട്ടാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല. ഇപ്പോ ഇതിനൊക്കെ ഒരു മാറ്റം BJP ഭരണത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചാണ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവും പകലില്ലാണ്ട് BJPക്ക് വർക്ക് ചെയ്യണത്. BJPക്ക് ചെയ്യാൻ കഴിയൂ എന്തൊരു വികസനവും. ചേട്ടാ നമസ്കാരം. ചേട്ടാ ജോയ് ചേട്ടാ ഇപ്പോൾ ഈ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഇത് റോഡ് നന്നാക്കുക. അതായത് 5 കൊല്ലത്തോളമായിട്ടുണ്ട്. ഇപ്പോൾ ഈ റോട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മുനിസിപ്പാലിറ്റിയുടെ, അതായത് കൗൺസിലറോട് ഞങ്ങൾ പറയുന്നുണ്ട് ഈ റോട്ടിൽ ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും അവരും വന്നത് കാണുന്നുണ്ട്. പല പ്രാവശ്യങ്ങളിലും ഇതേപോലെ തന്നെ വീഡിയോ എടുത്ത് പല ആളുകളും വന്ന് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഇവിടെ ഒരുപാട് ആളുകൾ, ഈ 2 വീലറുകാരും അതേപോലെ തന്നെ കുട്ടികളും ഈ പെണ്ണുങ്ങളും ഒക്കെ വീണിട്ടുണ്ട് ഈ വെള്ളക്കെട്ടിൽ. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. ഇപ്പോൾ ഇത് വെള്ളക്കെട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിന് ഞങ്ങൾ ഈ വാർഡ് കൗൺസിലിലും മറ്റുള്ള ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കാന വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഈ കാനയ്ക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഫണ്ട് കിട്ടിയാൽ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്ക് ചിലപ്പോൾ അവരോട് ചോദിക്കും ഫണ്ട് വരുന്നില്ല, ഫണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ മറ്റ് വാർഡുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. ഇപ്പോൾ കിഴക്കൻ മേഖലയിലായാലും ശരി, അതേപോലെ 1-ാം വാർഡ് 2-ാം വാർഡ് ഇങ്ങനെയുള്ള വാർഡുകളൊക്കെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നല്ല റോഡുകളായിട്ട്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് അത് അവിടെ അങ്ങനെ ആ റോഡുകൾ മുഴുവൻ ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കുന്നത്? ഈ റോഡിലേക്കുള്ള ഫണ്ട് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് വകഭേദം കാണിക്കണം. CPM-ൻ്റെയും CPI-യുടെയും ഈ റോഡുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രം ഇത് തഴഞ്ഞിടണം ഞങ്ങൾ എന്ത് പറഞ്ഞിട്ടും ചെയ്യും. പിന്നെ അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു കാര്യം മുനിസിപ്പാലിറ്റി പോയിട്ട് പ്രതിഷേധിക്കാം. അപ്പോൾ പ്രതിഷേധിക്കാനായിട്ട് അപ്പോൾ എല്ലാവരോടും കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളാണ്. ഈ റോഡിനെ നന്നായി കിട്ടിയാൽ മതി. റോഡാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ഈ ഇതുമില്ല. കൗൺസിലിനോടോ അല്ലെങ്കിൽ മറ്റ് മുനിസിപ്പാലിറ്റി കിട്ടാവുന്ന എല്ലാവർക്കും കൊടുക്കുന്ന ഒരേപോലെ കൊടുക്കുക. അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും എല്ലാവർക്കും ഒരേപോലെ കൊടുത്തൂടെ? ഒരു 1000 രൂപ അല്ലെങ്കിൽ ഇപ്പോൾ ഇവരിപ്പം 44 വാർഡ് കൗൺസിലർമാരുണ്ട്. ഇവർക്ക് ഇപ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു 1000 രൂപ കിട്ടിയാൽ 1000 രൂപ 44 പേർക്കും വാർഡ് പങ്കുവെച്ച് ഒരേപോലെ കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വികസനങ്ങൾ വരുമല്ലോ. അതില്ലാത്ത സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് കൂടുതൽ കൊടുക്കുക, ഒരു വിഭാഗത്തിന് കുറച്ച് കൊടുക്കുക, അതല്ലല്ലോ അതിൻ്റെ ശരി. എന്തായാലും സംഗതി എന്താണെന്ന് വെച്ചാൽ നീതി നടപ്പാക്കണമെങ്കിൽ നീതിയോട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലെ നമ്മൾ ജനങ്ങളെ ഇടുക. ജനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ BJP ജയിച്ചെന്ന് കരുതി ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളല്ലാതെ ആവണില്ല. ഞങ്ങളും ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതായത് ആ ജനങ്ങളോട് കാണിക്കുന്ന ഒരു അനീതിയാണിത്. ഈ ജാതി കുഴിയും കുണ്ടും തോടും ഒക്കെ ആയിട്ട് കിടക്കുന്ന റോഡുകൾ ഇതിലെന്തോരം ആളുകൾ പോകുന്നുണ്ടെന്ന് അറിയാം. 3 സ്ഥാപനങ്ങൾ ഇവിടെ 3-4 സ്ഥാപനങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്ക് ഈ ഒരു കാരണവശാലും പോകാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ വെളുപ്പിനൊക്കെ അമ്പലത്തിൽ പോകുന്ന ആളുകളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഒരു 9 മണിയാകുമ്പോൾ കുട്ടികൾ പോകും. ഇവരൊക്കെ വെള്ളത്തിൽ വീണിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമില്ല. വെള്ളത്തിൻ്റെ ഇതുകൾ ഞങ്ങൾ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ആരോടാണ്? ഞങ്ങളുടെ വാർഡ് കൗൺസിലറോട് പറയും. വാർഡ് കൗൺസിലർ ചിലപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇതിൽ പറയും. പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്നില്ല. അത് ഇതേപോലെ തന്നെ എല്ലാ വാർഡിനും ഒരേപോലെ തന്നെ ഫണ്ട് വരുമ്പോൾ പറഞ്ഞു വിട്ട് ഫണ്ട് വരുമ്പോൾ ആ ഫണ്ട് എല്ലാ വാർഡിലേക്കും തുല്യമായിട്ട് വീതിച്ച് കൊടുക്കാനുള്ള ഇതുണ്ടാവണം. അല്ലാണ്ട് ഒരു കൂട്ടർക്ക് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടർ മാത്രം. ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇതാണ് സംഭവം പറയണത്. അതായത് നമ്മുടെ വാർഡിലേക്ക് കിട്ടുന്നില്ല. പിന്നെ കിട്ടുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ പണികൾ ചെയ്യാം. ഇപ്പോൾ ഈ റോഡ് അവിടെ നിന്ന് തുടങ്ങി ഈ ഇവിടം വരെയും ചെയ്യണമെങ്കിൽ നല്ലൊരു ഫണ്ട് വേണം. അത് കൊടുക്കാൻ തയ്യാറുണ്ടാവില്ലായിരിക്കും. ഇനിയിപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇതിപ്പോൾ പണ്ട് ഇത് ഇപ്പോഴും CPI-യുടെ വാർഡാണ്. അതായത് CPI-യും BJP-യും ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഈ BJP-നോടുള്ള അമർഷം ഇതിൻ്റെ പേരിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൂട്ടുണ്ട്. അതായിരിക്കും ഉള്ളത്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇപ്പോൾ ഈ വരാനിരിക്കുന്നൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു അവസ്ഥ? നിങ്ങളൊരു കാഴ്ചപ്പാടിൽ ഭരണമാറ്റത്തിനുള്ള സാഹചര്യമുണ്ടോ? ഭരണമാറ്റത്തിന് ജനങ്ങൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് ഇവിടെ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ പാർട്ടിനെ മാത്രം വിശ്വസിക്കുന്നത്. ഏത് പാർട്ടിയായാലും ശരിയാണ്, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകൾ വളരെ കുറവുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇവിടെ ഒന്നും സംഭവിക്കാത്തതിൻ്റെ കാരണം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കൂടാ.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം നോക്കി വോട്ട് ചെയ്ത് ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. പക്ഷേ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ നമ്മൾ കുറച്ച് ജനങ്ങളെ ഒരു 100 ജനങ്ങളുണ്ടെങ്കിൽ അതിൽ കുറേ ആളുകൾ അങ്ങോട്ട് പങ്കുവെച്ച്, കുറേ ആളുകൾ ഇങ്ങോട്ട് പങ്കുവെച്ച്, ഇത് കഴിഞ്ഞിട്ട് അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 5-10 ആളുകളുണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, മാന്യമായിട്ട് രീതിയിൽ ഇത് ചെയ്യുന്ന അവർ വിചാരിച്ചിട്ട് ഒന്നും നടക്കില്ല. 90% അപ്പുറത്ത് നിൽക്കണില്ല. അപ്പോൾ അതിൻ്റെ പേരിലൂടെ ഒന്നും നടക്കാൻ പറ്റണില്ല, നടത്തേയില്ല. അതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും നല്ലത്